ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഒരു തുരുത്തുണ്ടായിരുന്നു. ടൗൺ ഹാളിൽ വെച്ച് ഒരു തുരുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ അത് ചുഴി എന്നാണ്. അതായത് ആ ചുഴിയുടെ ഉള്ളിൽ കിടന്ന് ഇയാൾ വട്ടം തിരിഞ്ഞു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് മലപ്പുറത്ത് ഒരു തിരുത്ത് ഉണ്ടായിരുന്നു. ആ തിരുത്തിൻ്റെ എതിരിലാണ് തുരുത്തു വന്നത്. തിരുത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്ന നിരീശ്വരവാദികൾക്കൊരു മറുപടി കൊടുത്തു. ആ മറുപടിക്ക് കൊടുത്തപ്പോൾ ആ നിരീശ്വരവാദികൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെതിരെ സമരം ചെയ്തു. സമരം കൊണ്ടുവന്നു, വലിയ കോലാഹലം സൃഷ്ടിച്ചു. പക്ഷേ അതിനെ അനുകൂലിക്കേണ്ട ആളുകൾ നേരെ ചാനലിനെ വിളിച്ചു വരുത്തി. ചാനലുകാർ ചോദിച്ചു, എന്താണ് ഇദ്ദേഹം ഈ പറഞ്ഞതെന്ന്. അപ്പോൾ പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്കങ്ങനെ എത്തി നോക്കണ പണിയില്ല. അപ്പം ആ എത്തി നോക്കണ പണിയില്ല എന്ന് പറഞ്ഞ ഒരു വിസക്കച്ചവടക്കാരനൊരാൾ സമസ്തയുടെ പ്രസിഡന്റ് ആകുമ്പോൾ അതിൻ്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഒരു മതമില്ലാത്ത ആൾ എന്നോട് അവിടെ വെച്ച് സംസാരിച്ചു, ഞങ്ങൾക്ക് ആവശ്യം വോട്ടാണ്. പെരിന്തൽമണ്ണയിൽ 35 വോട്ടിനാണ് ലീഗ് വിജയിച്ചിട്ടുള്ളത്. ഏകദേശം ഇതിൽ ഞങ്ങൾ ഒരു 300 ആളെ കാണുന്നു. അപ്പം ആ 300 ആളെ ഫാമിലിയും കൂട്ടിയാൽ ഇവിടെ എന്തായാലും ലീഗിനെ തോൽപ്പിക്കാം. നിങ്ങളുടെ ശമ്പളം കൊണ്ട്, അതായത് ലീഗിലെ കുറേ ആളുകളെങ്കിലും, ഈ ഭാഗത്ത് കുറേ ആളുകളെങ്കിലും മദ്രസകളിൽ പള്ളികളിലൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു, ചെലവ് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്ന ഒരു സുഗമമായ ഒരു പരിപാടിയാണ് ഇത് എന്ന് ഇന്നലെ ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു നിരീശ്വരവാദി പറയുകയുണ്ടായി. ഞാനും അദ്ദേഹവുമായി പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? ഞങ്ങൾക്ക് ആവശ്യം എന്താണ്? നിങ്ങൾക്കെതിരുള്ള വോട്ടാണ്. അതിന് ഒരു 300 ആൾ, അപ്പോൾ ആ 300 ആളെ കുടുംബവും എന്താണ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആകെ 35 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിലും ഞങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാരണമായി ഞങ്ങൾ 3ാം ഭരണം തുടരും എന്നുണ്ടായി പറയുക. എന്താണ് ഇതിലൊക്കെ അർത്ഥമുള്ളത്? ഇവരൊക്കെ ദീനിൻ്റെ ആളുകളാണോ? ഇവരൊക്കെ തസവുഫിൻ്റെ ആളുകളാണോ? സുഹുദിൻ്റെ